ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവരെയും വർത്താനം എന്തൊക്കെ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പിന്നെ ഇന്ന് രാവിലത്തെ അടുപ്പത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മക്കൾ മദ്രസയൊക്കെ വിട്ട് വന്നു കേട്ടോ. ഇന്ന് ശനിയാഴ്ച ആണ്, അപ്പോൾ സ്കൂളില്ല. മദ്രസ വിട്ട് 9:45 ആയപ്പോൾ മക്കൾ എത്തിയാണ് വീട്ടിൽ. അപ്പോൾ അടുപ്പത്തെ പണിയൊക്കെ കഴിഞ്ഞു. അപ്പം ഇനിയിപ്പോൾ വീടൊന്ന് തട്ടി നന്നാക്കണം, വൃത്തിയാക്കണം. മക്കൾക്കൊന്നും ഒഴിവുണ്ടല്ലോ, അപ്പോൾ പിന്നെ ജനനെ നോക്കാൻ അല്ലും ഇല്ലും ഉണ്ട്. അപ്പോൾ മക്കളെ അല്ലുവിൻ്റെ അടുത്ത് കൊടുത്താണ്ട് ഞാനൊന്ന് അടിച്ചടി തുടക്കാൻ പോയതാട്ടോ. ആദ്യം പൊടിയൊക്കെ ഒന്ന് തട്ടിയിട്ടോ. പൊടി ഈ റോഡിൻ്റെ വക്കായോടെ എങ്ങനെ നമ്മൾ തട്ടിയാലും നാളേക്കൊക്കെ എങ്ങനെ ആയാലും പൊടി ഉണ്ടാവും കേട്ടോ. നമ്മൾ ജനാല തുറന്നിട്ടില്ലെങ്കിലും പൊടി എങ്ങനെ ആവും, ഔത്താകെ ഉണ്ടാവും. അപ്പം ചെറിയ കുട്ടികളുണ്ടാകുമ്പോൾ നമുക്ക് എന്നും ഇങ്ങനെ നന്നാക്കാനും കഴിയില്ല. അവളെ വേക്ക് കൂടെ ഇടുന്നത്. അപ്പം മക്കളെ നമുക്ക് നോക്കാനുണ്ടാവുമല്ലോ. അപ്പം ഇന്ന് അല്ലുവിനും ലീവായോടെ ഇല്ലുവിനും ലീവായിട്ട് കുട്ടികളെ ഓൾ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങനത്തെ പണിയാക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ ആദ്യം എല്ലാതും ഭാഗങ്ങളും തട്ടി പിന്നെ നമ്മൾ വൃത്തിയാക്കാനുള്ളതൊക്കെ ഒന്ന് വൃത്തിയാക്കി പൊടിയൊക്കെ ഒന്ന് തട്ടിയിട്ട് വീടൊക്കെ ഒന്ന് പിന്നെ മേശപ്പുറത്തും ഇതൊക്കെ മക്കൾ രാവിലെ മതിച്ചക്ക് പോയതും അന്തിക്കത്ത് ഓരോ അങ്ങനെ പലതും ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി മേശപ്പുറമൊക്കെ ഒന്ന് ഒഴിവാക്കി ഇട്ടോ. അല്ലെങ്കിൽ അതവിടെ അങ്ങനെ കിടക്കും. പിന്നെ റൂമൊക്കെ പൊടിയൊക്കെ തട്ടി വീരിയൊക്കെ ഒന്ന് പൊടി തട്ടി വിരിച്ചു കിട്ടോ. അങ്ങനെ റൂമത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ആളും അടുക്കളയും ഒക്കെ ചെയ്തു കേട്ടോ. അടിച്ചരി ഒന്ന് പൊടിയൊക്കെ തട്ടി ഒന്ന് അടിച്ചരി നന്നാക്കി ഇട്ടോ. അപ്പം പൊടിയൊക്കെ തട്ടി അങ്ങനെ വൃത്തിയാക്കി. പിന്നെ നിങ്ങളവിടെയൊക്കെ ഒന്ന് മഴ ഉണ്ടോ? എങ്ങനെയാണ് ഇന്ന്? ഇവിടെ ഇപ്പം രാവിലെയൊക്കെ വെയിലാണ് കേട്ടോ. ഇനി ഉച്ചക്ക് എങ്ങനെ അറിയില്ല. രാവിലെയൊക്കെ ഇവിടെ വെയിലാണ്. പിന്നെ നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ പൊടികളൊക്കെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവലുണ്ടോ? റോഡ് വക്കത്താണോ വീട്? എങ്ങനെയാണ് പൊടി ഉണ്ടാവലുണ്ടോ വീട്ടിലൊക്കെ? അപ്പം പിന്നെ മേശപ്പുറത്ത് പറഞ്ഞില്ല എല്ലാതും ഉണ്ടെന്ന്. രാവിലെ നിസ്കരിച്ചാൽ വെച്ച പായും അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് മാറ്റി ഷോഫൊക്കെ ഒന്ന് തട്ടി പൊടിയൊക്കെ ഒന്ന് തട്ടിയിട്ടോ. പിന്നെ ജനലൊക്കെ അപ്പോഴത്തേനും പഴിച്ചാനും ഇതാക്കാനൊക്കെ തുടങ്ങി. അപ്പം പിന്നെ ജനലൊക്കെ പിന്നെ ചോറെടുക്കാൻ ഈ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ ജനലൊക്കെ ചോറെടുക്കാൻ വേണ്ടി നിന്നു കേട്ടോ. അങ്ങനെ ഓരോന്നും എടുക്കാൻ തുടങ്ങിയിട്ട് വേഗം വേഗം ജനലവിടെ ഇളകാൻ തുടങ്ങുന്നുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. പിന്നെ മേശമ്മ ഒരു ഇതുണ്ടായിരുന്നു, പൂവിൻ്റെ അതും വെച്ച് കൊടുത്തു കേട്ടോ. മക്കൾ വീട്ടിലുണ്ടായാൽ പിന്നെ അതൊന്നും കാണില്ല. ഇപ്പം വെച്ചതേ കാണുന്നുണ്ടാവുള്ളൂ. ഇനി കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വേറെ എവിടെയെങ്കിലും റൂമിലോ കട്ടിൽമലോ അവിടെ എവിടെയെങ്കിലും ഒക്കെ ആവും കേട്ടോ. പിന്നെ മക്കൾ വീട്ടിലുണ്ടായി അങ്ങനെ തന്നെ ആണല്ലോ അല്ലേ? എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ അല്ലേ? നമ്മൾ വെച്ച പോലെ ഒന്നും ആവൂല അല്ലേ? നമ്മളിപ്പോൾ ഒരു ഭാഗം നന്നാക്കി പോയാലും പിന്നെ നമ്മൾ നന്നാക്കി കഴിഞ്ഞാൽ വരുമ്പോൾ തന്നെ അവിടെ പിന്നെയും വരുന്ന് കിടക്കുമല്ലോ അല്ലേ? മക്കളിലൊക്കെ അറിയാമല്ലോ അല്ലേ? മക്കളിലെ വീട്ടിലൊക്കെ അങ്ങനെ തന്നെ അല്ലേ? പിന്നെ ജനക്കാൻ ചോറ് കൊടുക്കാൻ പോയി പറഞ്ഞില്ല. ജനക്ക് ഇന്ന് പപ്പടം താളിപ്പാണ് കേട്ടോ. അപ്പോൾ ഓൾക്ക് ജനക്ക് നല്ല ഇഷ്ടമായി പപ്പട താളിപ്പും ചോറും.